നമ്മുടെ 108 ശിവാലയങ്ങളിലേക്കുള്ള യാത്രയിൽ 101ാമത്തെ ശിവാലയം എന്ന പദം അലങ്കരിക്കുന്ന കോട്ടപ്പുറം മഹാദേവ ക്ഷേത്രം. തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ചൈതന്യപൂർണമായ ശിവക്ഷേത്രം. വടക്കുംനാഥനെ നിത്യവും പ്രാർത്ഥിച്ചിരുന്ന ഒരു വൃത്തിയായ അന്തർജനത്തിന് കരുണാമയനായ മഹാദേവൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടുത്തെ മഹാദേവൻ എന്നും പറയപ്പെടുന്നുണ്ട്. വളരെ പഴക്കമുള്ള ഈ ശിവക്ഷേത്രം കുറേ കാലത്തെ പുതുക്കിപ്പണികൾക്ക് ശേഷം ഈ നിലയിൽ പ്രൗഢഗംഭീരമാക്കിയിരിക്കുന്നു. ഇവിടുത്തെ നല്ല ജനങ്ങളുടെ വളരെ കാലത്തെ പരിശ്രമ ഫലമാണ് ഈ ക്ഷേത്രം ഈ നിലയിൽ പുതുക്കിപ്പണിതെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൗഢഗംഭീരമായ കിഴക്കേ ഗോപുരം കഴിഞ്ഞ് അകത്തേക്ക് കടന്നാൽ മഹാദേവ സന്നിധി. അകത്തും പുറത്തുമായി ധാരാളം ചുവർ ചിത്രങ്ങൾ കൊണ്ട് ഗംഭീരമാക്കിയിരിക്കുന്നു. ഓരോ ചിത്രങ്ങളും നോക്കിക്കണ്ട് പ്രദക്ഷിണമായി മുന്നോട്ട് നടന്നപ്പോൾ സൈഡിലായി ശാസ്താവിൻ്റെ ശ്രീകോവിൽ, ചൈതന്യപൂർണമായ ശാസ്താവിൻ്റെ കല്ലിൽ തീർത്ത വിഗ്രഹം, പിന്നെ നാഗത്താന്മാരുടെ ഒരു ചെറിയ കാവ്, അതിനുശേഷം ദമ്പതിരക്ഷസും ബ്രഹ്മരക്ഷസും. മുന്നോട്ട് നടക്കാൻ ഈ ചുമർ ചിത്രങ്ങൾ നമുക്ക് ഊർജം പകർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ചുമർ ചിത്രങ്ങളെ ദർശിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന് മഹാദേവ സന്നിധിയിലേക്ക്. മറ്റു ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തറനിരപ്പിൽ നിന്ന് ഏതാനും അടി ഉയരം മാത്രമാണ് ശിവലിംഗത്തിനുള്ളത്. ചൈതന്യകേന്ദ്രമായ ഒരു ചെറിയ ശിവലിംഗം, കിഴക്കോട്ട് ദർശനം, പുറകിൽ പാർവതി സങ്കല്പം. മഹാദേവൻ്റേത് ചതുര ശ്രീകോവിലാണ്. അതിനു മുകളിൽ താഴികക്കുടങ്ങൾ ശോഭിക്കുന്നു. എല്ലാ ശിവക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ പൂർണ്ണ പ്രദക്ഷിണമല്ല. നാലമ്പലത്തിനുള്ളിൽ സൈഡിലായി ഗണപതി ഭഗവാന്റെ ശ്രീകോവിൽ, മുന്നിലെ സൈഡിലെ ചുവരിൽ ശിവകുടുംബത്തിൻ്റെ ചുവർ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാലമ്പലത്തിനുള്ളിൽ ഒരു ചുവരിൽ പഞ്ചമുഖ ഗണപതിയുടെ ചുവർ ചിത്രവുമുണ്ട്. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവന് മുന്നിൽ മുട്ടുകുത്തി തൊഴുന്ന ഒരു ഭക്ത. ശരിയാണ്, ആ മഹാദേവ ചൈതന്യത്തിന് മുമ്പിൽ നാം മുട്ടുകുത്തി തൊഴുതു പോകുമെന്നതിൽ അതിശയമൊന്നുമില്ല. അറിയാതെയാണെങ്കിലും ഞാൻ ചെന്ന ദിവസത്തിനും നേരത്തിനും ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ, അതായത് 4/10/2025 ശനിയാഴ്ച ശനി പ്രദോഷമായിരുന്നു. പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് ദോഷത്തെ ഇല്ലാതാക്കുക എന്നാണ്. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. ദേവിക്ക് പൗർണമി പോലെ, വിഷ്ണുവിന് ഏകാദശി പോലെ മഹാദേവന് പ്രാധാന്യമുള്ള ദിവസമാണ് പ്രദോഷം. എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ഈ സമയം നമുക്ക് ലഭിക്കും. പാർവതി ദേവിയെ സന്തോഷിപ്പിക്കാൻ പരമശിവൻ നടരാജനായി പ്രദോഷ സന്ധ്യയിൽ നൃത്തം ചെയ്യുന്നു എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. ഈ നൃത്തത്തിന് ബ്രഹ്മാവ് താളമിടുന്നു, വിഷ്ണു ചെണ്ട കൊട്ടുന്നു, നന്ദികേശൻ മദ്ദളം കൊട്ടും, സരസ്വതി വീണ വായിക്കും, ഇന്ദ്രൻ പുല്ലാങ്കുഴൽ വായിക്കും, അപ്സരസുകളും കിന്നരന്മാരും യക്ഷന്മാരും ഒക്കെ ശ്രുതിയിടും, നാരദ മഹർഷി പാട്ട് പാടും. ഇങ്ങനെ പ്രദോഷ സന്ധ്യയിൽ സർവ്വദേവന്മാരും കൂടി ശിവസന്നിധിയിൽ സംഗീത പരിപാടിയുമായി ഒത്തുകൂടുന്നു. അതിനാൽ തന്നെ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ഈ സമയം നമുക്ക് ലഭിക്കും. അസ്തമയത്തിന് മുമ്പും പിമ്പുമുള്ള 3.25 നാഴികയാണ് പ്രദോഷ സന്ധ്യയായി കണക്കാക്കുന്നത്. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. പ്രദോഷ സന്ധ്യയിലെ ശിവക്ഷേത്ര ദർശനം പുണ്യദായകമാണ്. പ്രദോഷ സന്ധ്യയിൽ ശിവഭജനം നടത്തിയാൽ സന്താനലാഭം, ആയുരാരോഗ്യം, സന്തുഷ്ട കുടുംബജീവിതം എന്നിവ സ്വായത്തമാക്കാം. കഴിയാവുന്നത്ര പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. സാധാരണ പ്രദോഷത്തിൻ്റെ ഇരട്ടി ഫലമാണ് ശനി പ്രദോഷത്തിന്. പരമശിവൻ ഹലാഹല വിഷം അഥവാ കാളകൂട വിഷം പാനം ചെയ്തത് ഒരു ശനിയാഴ്ചയാണ്. അദ്ദേഹം ആനന്ദ നൃത്തം ആടിയ ത്രയോദശി ചേർന്ന് വരുന്ന ഈ ശനിയാഴ്ച പുണ്യദിനമാണ് ശനി പ്രദോഷം. അങ്ങനെ അറിയാതെയാണെങ്കിലും ആ ശനി പ്രദോഷത്തിൻ്റെ ഭാഗമാവാൻ ഞങ്ങൾക്കും സാധിച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല, എല്ലാ ദേവന്മാരും സന്തോഷിച്ചിരിക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിനും എന്തെന്നല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെട്ടു.
ഓങ്കാര സ്വരൂപമാണ് മഹാദേവൻ. ശക്തി സ്വരൂപമാണ് ദേവി പാർവതി. മൃത്യുവിൽ നിന്നു പോലും പഞ്ചാക്ഷര മന്ത്രം നമുക്ക് രക്ഷ നൽകും. പേടി വേണ്ട, എന്തായാലും ജീവിച്ചേ പറ്റൂ. ഒരിക്കലും വീഴാതിരിക്കുന്നതിലെല്ലാം എടുക്ക്. ഓരോ നിമിഷവും വീണിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിലാണ്. ദേവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. ഭഗവാൻ രക്ഷകനായി എത്തും. ഓം നമഃ ശിവായ. മൃത്യുഞ്ജയനായ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.